ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭാര്യ. അപ്പോൾ വിചാരിച്ച് കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. കിട്ടിയതിൻ്റെ സ്പെഷ്യലാണ്. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം സവാള വേണം, പിന്നെ പൈനാപ്പിൾ, മല്ലിയില, പുതിനയില, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ അതുപോലെ തക്കാളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കസ്കസ്, പിന്നെ നമുക്ക് പട്ട ഗ്രാമ്പൊക്കെ വേണം, തൈര്, പിന്നെ റോസ് വാട്ടർ, പിന്നെ ബിരിയാണി എസൻസ്, പിന്നെ ആവശ്യമുള്ള സാധനമാണ് ബീഫ്. നമുക്ക് ആവശ്യമുള്ള സാധനം ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് നമ്മളൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ബീഫ് അതിൻ്റെ എല്ലും വാരിയെല്ലാണ്. ആ വാരിയെല്ല് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞത് ആഡ് ചെയ്യുക. അത് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ അടുത്തത് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കസ്കസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില, പുതിനയില കുറച്ച് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ച സവാളയിൽ നിന്ന് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ നമ്മൾ അതിലേക്കൊരു പിന്നെ കുറച്ച് അതിൻ്റെ ഒരു അടപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി എസൻസ് ആണ്, ഒരു ഫ്ലേവറിനാണ് നമ്മളത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൈ വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ 3 വിസിലാണ്. നമ്മൾ 3 വിസിൽ അടിക്കണം. നല്ല ഒരു പിന്നെ ഫ്ലെയിം നമ്മൾ നല്ല കൂടിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ 2 കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കുക. ദേ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മളിത് ഇതിൽ കുറച്ചത് കണ്ട അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമായിരുന്നു തുറന്നപ്പം. നമ്മളിത് കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ ആ ബീഫിലെ വെള്ളവും ആ എല്ലിലെയും പിന്നെ നമ്മൾ സവാളയിലേക്ക് ഉള്ള വെള്ളമാണ്. നല്ല പോലെ വെള്ളമുണ്ട്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടും വെള്ളമാണ്. ഇതേ ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം വറ്റിച്ചെടുത്തിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ബീഫ് വെന്ത് കിട്ടും. അതിലേക്ക് നമ്മൾ വലിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ പിന്നെ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി അരപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളമെല്ലാം വറ്റി നമുക്ക് നല്ല വറ്റി വേണം കിട്ടാനായിട്ട്, ദമ്മിടാനായിട്ട്. അപ്പം അതിൽ കിടന്നൊന്ന് അടച്ച് വെച്ചിട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കാം. അടച്ച് വെച്ചിട്ടല്ല, തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട മധുരം ഒന്നും ഉണ്ടാവില്ല. പച്ചമുളകിൻ്റെയൊക്കെ എരിവ് നല്ലപോലെ ഉണ്ട്. ഇപ്പം നമ്മൾ ടൊമാറ്റോ സോസ് ഒരു നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസ് ഒന്നും ഒഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല കഴിക്കുമ്പം. അപ്പം നല്ലപോലെ അത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ലേ, അതാണിത്. തേങ്ങ, അതുപോലെ കറിവേപ്പില വറുത്ത് വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്, ഭയങ്കര. ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, അറിയുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെയും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കഴിക്കുമ്പോഴൊന്നും നമുക്ക് തേങ്ങ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബർക്കത്താണ് നമ്മൾ എടുത്തേക്കുന്ന അരി. ആ അരി ചോറ് അത് ഇട്ട് കൊടുക്കണം. കട്ട പിടിച്ചത് വെന്തിട്ടൊന്നല്ല കേട്ടോ, കുറേ നേരമായിട്ട് വേവിച്ച് വെച്ചതുകൊണ്ടാണ്. അതൊന്ന് ആ കട്ടയ്ക്ക് ഒന്ന് ഉടച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പാകത്തെ വെന്താണ് വേവ് ആയിട്ടുള്ളൂ. അപ്പം അത് നമ്മൾ ചോറൊന്ന് ഇട്ട് കൊടുക്കണം. നല്ല പോലെ ഒന്ന് ആ കട്ടയൊക്കെ ഉടച്ച് ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ചോറ് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ഓയിലോ പിന്നെ വെളിച്ചെണ്ണയോ ഡാൽഡയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിതിലേക്ക് ആകെ പശുവിൻ്റെ നെയ്യ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ മല്ലിയില, പുതിനയില നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് കുറച്ച് പനീരും അതുപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നെ വീണ്ടും കുറച്ചും കൂടെ ചോറിട്ട് കൊടുത്ത് ഒന്നുകൂടെ ലെയറാക്കി മല്ലിയിലയും പുതിനയിലയും നെയ്യും ഇട്ടിട്ട് അടച്ച് വെക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിങ്ങാണ്ട് ദമ്മ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് തുറന്ന് കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണ്. വാവ്, അടിപൊളി മണമാണ്. തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് വന്നത്. നമ്മളതൊന്ന് നമുക്കിനി നെയ്യും ആ കളറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ട ചോറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒറ്റയായി ചോറ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ചോറ് വേറെ മസാല വേറെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതേ മസാലയൊക്കെ ഇതേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ ബീഫൊക്കെ ഇതേയോടെയാണ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മസാല വേറെ ആയിട്ട് നമുക്ക് മാറ്റാം. ചോറൊന്നുകൂടെ മിക്സ് ചെയ്ത് മസാല നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ചോറ് നിങ്ങൾ താഴെ നോക്കിയാൽ അറിയാൻ പറ്റും. താഴെ ഒന്നും പിടിച്ചിട്ടില്ല, അതെ മസാലയൊന്നും പിടിച്ചിട്ടില്ല. അതെ കണ്ട കറക്റ്റ് വേവിന് നമുക്ക് ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറ് കണ്ട നല്ല മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വേവ് കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി കുറച്ച് ചോറ് എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് കണ്ടപ്പോൾ കഴിക്കാൻ കൊതിയായി. അപ്പോൾ കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തതാണ്, നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. നമ്മൾ ബിരിയാണി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം. ഇതേ മാങ്ങ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും തൈരും കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് കച്ചമ്പറും കുറച്ച് അച്ചാറും എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വേറെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം പറയണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.